നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലോകത്ത് ഏറ്റവും ബെസ്റ്റ് ഫുട്ബോൾ കളിക്കുന്നത് ഞങ്ങളാണ്. സ്പെയിനിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് ലാമിനെ യമാലാണ്. ഫിഫ പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിൻ്റെ അഭിമുഖത്തിൽ കുറേ കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിലാണ് ലോകത്തെ ഏറ്റവും മികച്ച ഫുട്ബോൾ അക്കാഡമികളുള്ളത് ഞങ്ങളുടെ നാട്ടിലാണ്, സ്പെയിനിലാണ്. ഞങ്ങളുടെ കളി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത്രയും മനോഹരമായി കളിക്കുന്ന മറ്റൊരു ടീമില്ല. ഞങ്ങളാണ് ബെസ്റ്റ് എന്ന് തന്നെ അദ്ദേഹം പറയുന്നു. ലാമിൻ യമാലിൻ്റെ വാക്കുകളിലേക്കൊന്ന് പോകാം. അതായത് അദ്ദേഹത്തോട് ചോദിക്കുന്നു, എന്താണ് വേൾഡ് കപ്പിൽ ഏത് തരത്തിലുള്ള പെർഫോമൻസാണ് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, എല്ലാം സമർപ്പിക്കുക രാജ്യത്തിന് വേണ്ടിയിട്ട്, നമുക്കറിയാവുന്ന രൂപത്തിൽ ഏറ്റവും മികച്ച രൂപത്തിൽ കളിക്കുക, രാജ്യത്തിനായിട്ടെല്ലാം സമർപ്പിച്ച് കളിക്കുക, അതാണ് പ്രധാനം. ഞാൻ വിചാരിക്കുന്നത് ഏറ്റവും ബെസ്റ്റ് ഫുട്ബോൾ കളിക്കുന്ന ദേശീയ ടീം ഞങ്ങളുടേതാണ്. അതാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ എല്ലായ്പ്പോഴും പറയാറുള്ള കാര്യമാണ്, ബെസ്റ്റ് യൂത്ത് അക്കാഡമീസ് ഉള്ളത് സ്പെയിനിലാണ്. സ്പെയിനിൻ്റെ സ്റ്റൈൽ ഓഫ് പ്ലേ നിങ്ങളൊന്ന് നോക്കുക, അന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ടാവും, ലോകത്തെ ഏറ്റവും ബെസ്റ്റ് ഫുട്ബോൾ കളിക്കുന്നത് സ്പെയിനാണ്. ഇതാണ് ഇപ്പോൾ ലാമിനെ യമാൽ പറയുന്നത്. അതോടൊപ്പം തന്നെ ഫേവറിറ്റുകളാണ് ഈ വേൾഡ് കപ്പിൽ സ്പെയിൻ എന്ന് പറയുമ്പോൾ. ആ ഫേവറിറ്റുകൾ എന്നുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഫേവറിറ്റായി ഇറങ്ങുമ്പോൾ അതിന് പ്രത്യേകിച്ച് കൂടുതൽ ഗോളുകൾ കിട്ടില്ല, മത്സരത്തിൽ കൂടുതൽ അഡ്വാൻറ്റേജ് ഒന്നുമില്ല. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാര്യങ്ങൾ ചെയ്യണം. പിന്നെ ഇപ്പോൾ മികച്ച ടീമുകൾ വേറെയുണ്ട്. കറണ്ട് ചാമ്പ്യൻസായ അർജൻറ്റീന, അതുപോലെ ഫ്രാൻസ്, പോർച്ചുഗൽ, ഇംഗ്ലണ്ട്, ഇവരൊക്കെ മികച്ച ടീമുകളാണ്. അതുകൊണ്ട് വേൾഡ് കപ്പ് കിരീടം എന്നുള്ളത് എളുപ്പമല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, എന്താണ് വേൾഡ് കപ്പിൽ അവസാനം വരെ എത്താൻ പറ്റുമോ, ഡു യു സീ ലാ റോഹ ഗോയിങ് ഓൾ ദി വേ എന്ന് ചോദിക്കുമ്പോൾ ഐ ഹോപ്പ് സോ, ഞാൻ അതാണ് പ്രതീക്ഷിക്കുന്നത്. ഇറ്റ് വുഡ് ബി എ ഡ്രീം കം ട്രൂ ഫോർ മീ. ലോക കിരീടം നേടാൻ കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഒരു വലിയ സ്വപ്നം സാക്ഷാത്കാരമായിരിക്കും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ വീണ്ടും ചോദിക്കുന്നുണ്ട്, ആ സ്വപ്ന സാക്ഷാത്കാരം എങ്ങനെയായിരിക്കും? ദി റഫറി ബ്ലോസ് ദി ഫൈനൽ വിസിൽ ആൻഡ് വി ഹാവ് വൺ. റഫറി അവസാനത്തെ വിസിൽ മുഴക്കുമ്പോൾ ഞങ്ങൾ വിജയിക്കുന്നൊരു സ്വപ്നം. എനിക്കറിയില്ല ഞങ്ങൾ ചാമ്പ്യന്മാരാകണം, അതാണ് എൻ്റെ ആവശ്യം. ഐ ഡോണ്ട് നോ എന്ത് സംഭവിക്കുന്നറിയില്ല, പക്ഷെ ഞങ്ങൾ ചാമ്പ്യന്മാരാവണം. എന്നിട്ട് സ്പെയിനിലേക്കുള്ളൊരു തിരിച്ചുപോക്കുണ്ട്, അവിടെ ആരാധകർക്കൊപ്പമുള്ളൊരു സെലിബ്രേഷൻ ഉണ്ട്. ദാറ്റ് വുഡ് ബി സ്പെഷ്യൽ. അതാണ് ഞാൻ കാണുന്ന സ്വപ്നം എന്നുകൂടി ലാമിൻ യമാൽ പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.